മാറില്ലവൻ മറക്കില്ലവൻ മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ മാറില്ലവൻ മറക്കില്ലവൻ മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ ഈ ദൈവം എൻ്റെ ദൈവം ഇതാ എൻ്റെ ദാസൻ ഈ ദൈവം എൻ്റെ ദൈവം ഇതാ എൻ്റെ ദാസൻ കരുതുന്നവൻ കാക്കുന്നവൻ കരുണയുള്ളോ കൈവിടില്ലെന്നേ കരുതുന്നവൻ കാക്കുന്നവൻ കരുണയുള്ളോ കൈവിടില്ലെന്നേ ഈ ദൈവം എൻ്റെ ദൈവം ഈ ദാസൻ എൻ്റെ ദാസൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ ദാസൻ എൻ്റെ ദാസൻ പോറ്റുന്നവൻ പുലർത്തുന്നവൻ പാലിക്കുന്നോ പരമോന്നതൻ പോറ്റുന്നവൻ പുലർത്തുന്നവൻ പാലിക്കുന്നോ പരമോന്നതൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ ദാസൻ എൻ്റെ ദാസൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ ദാസൻ എൻ്റെ ദാസൻ മാറില്ലവൻ മറക്കില്ലവൻ മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ മാറില്ലവൻ മറക്കില്ലവൻ മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ ദാസൻ എൻ്റെ ദാസൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ ദാസൻ എൻ്റെ ദാസൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ ദാസൻ എൻ്റെ ദാസൻ ഒരിക്കൽ കൂടെ ഈ ദൈവം എൻ്റെ ദൈവം ഈ ദാസൻ എൻ്റെ ദാസൻ പോറ്റുന്നവൻ പുലർത്തുന്നവൻ പാലിക്കുന്നോ പരമോന്നതൻ പോറ്റുന്നവൻ പുലർത്തുന്നവൻ പാലിക്കുന്നോ പരമോന്നതൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ ദാസൻ എൻ്റെ ദാസൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ ദാസൻ എൻ്റെ ദാസൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ ദാസൻ എൻ്റെ ദാസൻ നന്ദിയുടെ ഹൃദയത്തോടെ ഈ ദൈവം എൻ്റെ ദൈവം ജീസസ് ഹല്ലേലൂയ നമ്മെ നമ്മെ കാക്കുന്നവൻ നമ്മെ കൈവിടാത്തവൻ ഓ കരുണയുള്ളവൻ നമ്മെ പുലർത്തുന്നവൻ നമ്മെ പാലിക്കുന്നവൻ പരമോന്നതനായവൻ ഇന്ന് പകലിൽ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് അവയെ നമ്മെ കൈപിടിച്ചു നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ
ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവം നമ്മെ സഹായിക്കുന്ന, ദൈവം നമ്മെ ബലപ്പെടുത്തുന്ന, ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതകരമായ അതിശയകരമായി അവിടുന്ന് ഞങ്ങളെ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അതേ മാറാത്തവനായി, മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി, ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ സൂക്ഷിച്ച, പരിപാലിച്ച, അത്ഭുതകരമായി വഴി നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത് ഞങ്ങളെനിക്ക് നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് പകലിൽ ശത്രു ഞങ്ങളെ തകർക്കാതെ, ശത്രു ഞങ്ങളെ അത് തള്ളിയിടാതെ, അവിടുത്തെ ചിറകിന്റെ കീഴിൽ ഞങ്ങളെ ഭദ്രമായി അവിടുന്ന് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവകൃപയ്ക്കായി ഞങ്ങളെനിക്ക് നന്ദി പറയുന്ന കർത്താവേ, കൂട്ടുകാരിൽ ഫലമായി ആനന്ദ തൈലം അഭിഷേകം ചെയ്ത് അവിടുന്ന് ഞങ്ങളെ നിർത്തിയ ദൈവകൃപയ്ക്കായി ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം അങ്ങ് മതിയാവനായി കൂടെ ഞങ്ങളെനിക്ക് നന്ദി പറയുന്ന കർത്താവ്. ലോകരാജ്യങ്ങളിലായിരിക്കുന്ന ദൈവമക്കൾ അവിടുവിടങ്ങളായി അങ്ങ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തല്ലോ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ജീവിത പങ്കാൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരുമായിരുന്നെടുത്ത് അങ്ങ് സൂക്ഷിച്ച പരിപാലിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ്. നന്ദിയുടെ ഹൃദയത്തോടെ ഞങ്ങളെനിക്ക് സ്തോത്രം ചെയ്യുക. ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങളെ പോറ്റുന്ന, ഞങ്ങളെ കൈവിടാതെ ഞങ്ങളെ കാക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന, ഞങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ്. മാറാത്തവനായി, മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി, ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ വിധങ്ങൾക്കായി ഒരിക്കൽ കൂടെ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ രാത്രിയുടെ കുടുംബ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ കർത്താവേ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ചാച്ച ബന്ധുക്ക, ഉറ്റവരുടയവർ, ഞങ്ങളുടെ കൂടെ കർത്താവേ, അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, അങ്ങയുടെ ശുശ്രൂഷകന്മാർ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, അവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ, ദൈവിക സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്നവൻ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിലും അവിടുത്തെ ദിവ്യ സാന്നിധ്യം അനുഭവിപ്പാൻ സഹായിക്കണമേ. ആരെങ്കിലും രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, പ്രയാസത്തോടായിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ഏറിയ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. ഈ രാത്രി ദൈവിക സമാധാനം കൊണ്ട് ദൈവമായ കർത്താവ് എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്നത്തിൽ നിന്നും അരമണിക്കൂർ വൈകിയാണ് ആമേൻ ഇന്ന് പകൽ ആമേൻ ലൈവിൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് ആമേൻ 1 മണിക്കൂറിനുള്ളിൽ ആമേൻ അത് ദൈവം എനിക്ക് നൽകിയ സന്ദേശം ആമേൻ പങ്കുവച്ചിരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രി നാം ചിന്തിക്കുവാനായി ആമേൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങളാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 5-6 വാക്യം. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട്, നീ അവനെ വശീകരിച്ച് അവന്റെ മഹാശക്തി ഏതിൽ എന്ന് ഞങ്ങൾ അവനെ പിടിച്ചുകെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കും എന്ന് അറിഞ്ഞുകൊള്ളുക. ഞങ്ങൾ ഓരോരുത്തൻ 1100 വെള്ളിപ്പണം വീതം നിനക്ക് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു, ഏതിനാൽ നിന്നെ ബന്ധിച്ച് ഒതുക്കാം, എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ബലഹീനനായ ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ഒരു ഭക്തനെ ശക്തീകരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ബലഹീനനായ ശത്രുവിന്റെ തിരിച്ചറിഞ്ഞ് ഒരു ഭക്തനെ ശക്തീകരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നാം വായിച്ച കുരുവാക്യം ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം
5, 6 വാക്യങ്ങളാണല്ലോ. ആമേൻ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ഫെലിസ്ത്യർ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട്, നീ അവനെ വശീകരിച്ച് അവന്റെ മഹാശക്തി ഏതിൽ എന്നും ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കും എന്ന് അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. അതിന്റെ 6-ാം വാക്യം: അങ്ങനെ ദലീല ശിംശാനോട്, നിന്റെ മഹാശക്തി ഏതിൽ ആകുന്നു? ഏതിൽ ഞാൻ നിന്നെ ബന്ധിച്ച് ഒതുക്കാം? എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്, ആമേൻ, ഹല്ലേലൂയ, ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന്, ദൈവവചനം ധ്യാനിക്കുന്ന ഒരു ദൈവ പൈതലിന്, ആമേൻ, ഒരു ആത്മീയനെന്ന് വിശുദ്ധ ബൈബിൾ അതെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ആരാണ് ആത്മീയൻ? പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവവചനം ധ്യാനിക്കുന്ന, ആമേൻ, ഒരു വ്യക്തിയെ ആത്മീയനെന്ന് ദൈവവചനം വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കാരണം ആത്മീയന് ആത്മാവിൽ എഴുതിയ വചനം അതെ ഭക്ഷിക്കാതെ ബലപ്പെടാൻ പറ്റത്തില്ല. സ്തോത്രം. ആത്മീയന് അതെ പ്രാർത്ഥിക്കാതെ ഒരു ദിവസം അതെ ജീവിക്കുവാൻ പറ്റത്തില്ല. ആത്മീയന് ആരാധിക്കാതിരിക്കാൻ ഒക്കത്തില്ല. സ്തോത്രം. ആത്മാവിൽ ആയിരിക്കുന്ന ഒരു മനുഷ്യന് വളർച്ചയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവിൽ ആയിരിക്കുന്ന ദൈവജനത്തോട് സംസാരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി എന്നെ ഏൽപ്പിച്ച ദൂത് ആമേൻ ഞാൻ അതെ പങ്കുവെക്കുവാനായി കർത്താവിൽ ശരണപ്പെട്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആത്മീയന് പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്നവനാണോ? നിനക്കെതിരെ വെല്ലുവിളികളുണ്ട്. ആമേൻ. നീ ആരാധിക്കുന്നവനാണോ? നിനക്കെതിരെ വെല്ലുവിളികളുണ്ട്. ആമേൻ. നീ ദൈവവചനം ധ്യാനിക്കുന്നവനാണോ? ദൈവവചനം പഠിക്കുന്നവനാണോ? ദൈവവചനം വായിക്കുന്നവനാണോ? നിനക്കെതിരെ പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. അതേ സത്യവേദപുസ്തകം എടുത്ത് അല്പസമയം വായിക്കാനിരുന്നാൽ ഉറക്കം വരും. ചിലര് കോട്ടുവായി വിടും. ഹല്ലേലൂയ. അതെ, പ്രാർത്ഥിക്കാനിരുന്നാൽ ഏകാഗ്രത കിട്ടത്തില്ല. ആരാധിക്കാതിരുന്നാൽ ശരീരമാസകരം വരിഞ്ഞു മുറങ്ങുന്ന വേദന. ആമേൻ. ആത്മീയൻ ഉയരത്തിലുള്ളത് ചിന്തിക്കും. ഇന്ന് രാത്രി നീ ഒരു ആത്മീയനാണെങ്കിൽ, ആമീൻ, നിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ അല്ലെങ്കിൽ നിന്റെ ജീവിത പങ്കാളി നോക്കണമേ. ദലീല ശിംശോന്റെ ഏറ്റവും അടുത്ത ആമേൻ വ്യക്തിയാണ്. ശിംശോൻ ഒരിക്കലും അകറ്റി നിർത്തുവാൻ പറ്റാത്ത, താൻ ഇഷ്ടപ്പെടുന്ന തന്റെ ജീവിതത്തിലെ അതേ പരമപ്രധാനമായ ഒരു വ്യക്തിയാണ് അതേ ദലീല. സ്തോത്രം. ഈ ദലീലയെ ഫെലിസ്തീയ പ്രഭുക്കന്മാർ അടുത്ത് വന്നിട്ട് അവളോട് പറയുകയാണ്, നീ അവനെ വശീകരിച്ച് അവന്റെ മഹാശക്തി ഏതിൽ നിന്ന് ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക. നോക്കണമേ, ഏദനിൽ വാഴുവാൻ തക്കവണ്ണം ബാക്കി വെച്ച കുടുംബത്തെ വീഴ്ത്തിക്കളയുവാൻ അതെ ഹവ്വയെ വശീകരിച്ച് പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയി തന്റെ ഭർത്താവിനെയും ദൈവ തേജസ്സിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അതെ വീഴ്ത്തിക്കളയുവാൻ ശത്രു പ്രയോഗിച്ച തന്ത്രം. ഹല്ലേലൂയ. ഇവിടെ ഇതാ ശിംശോൻ പ്രാർത്ഥനാ മനുഷ്യനാണ്. ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ദൈവവുമായ അഭേദ്യ ബന്ധമുള്ള ശിംശോനെ തകർക്കുവാൻ പിശാച് നോട്ടമിട്ടത് തന്റെ അടുത്ത അതേ വ്യക്തിയാണ്. അതെ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആമേൻ, നീ ദൈവവുമായി അഭേദ്യ ബന്ധമുള്ള വ്യക്തിയാണെങ്കിൽ നിന്നെ തകർക്കുവാൻ പിശാച് അതെ ഉപയോഗിക്കുന്നത് നിന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരെ ആയിരിക്കും. ഇന്ന് രാത്രി പിശാചിന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയാതെ പോകരുത്. ഹല്ലേലൂയ. നോക്കണമേ, അതെ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട് സംസാരിക്കുന്നു. ഇന്ന് രാത്രിയിലും അവൻ നിന്റെ ജീവിത പങ്കാളിയെ ശത്രു വശീകരിച്ച് അവളിലൂടെ നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി, നിന്റെ സമ്പാദ്യം നഷ്ടപ്പെടുത്തി. എത്രയോ കുടുംബങ്ങളാണ് അതെ കുടുംബ കോടതികളിൽ അതെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതെ, എന്നെ അറിയാതെ എന്റെ ജീവിത പങ്കാളി ഞാൻ സ്വരൂപിച്ച് ഞാൻ ഉണ്ടാക്കിയ എന്റെ നന്മ മുഴുവനും അതെ തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. എത്രയോ കുടുംബ കേസുകൾ, കുടുംബ
കോടതികളിൽ കെട്ടിക്കിടക്കുകയാ. ആമേൻ. നോക്കണമേ, ആമേൻ. അതെ, ശിംശോന്റെ ആമേൻ അതെ ജീവിതത്തിൽ പിശാച് കേറി വന്ന് അവനിലുള്ള ആത്മശക്തിയെ ചോർത്തിക്കളയുവാൻ, അവനിലുള്ള ദൈവകൃപ ചോർത്തിക്കളയുവാൻ ശത്രു ആമേൻ പ്രവർത്തിച്ച വഴിയ റൂട്ട ഇന്ന് രാത്രി പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്. നീ ഒരു ആത്മീയനാണോ? നീ പ്രാർത്ഥിക്കുന്നവനാണോ? നീ ആരാധിക്കുന്നവനാണോ? നീ ദൈവകൃപയുള്ളവനാണോ? അമ്മ നിന്റെ ജീവിത പങ്കാളിയെ ആമേൻ അത് വശീകരിച്ച് അതെ അവളിലൂടെ ആമേൻ അവനിലൂടെ ആമേൻ നിന്നിലുള്ള ദൈവകൃപ ചോർത്തിക്കളയുവാൻ പിശാച് വളരെ തന്ത്രശാലിയായി വന്നു. ആമേൻ. ഇവിടെ ഇതാ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം. ആമേൻ. ദൈവസഭയ്ക്ക് ആത്മാവിൽ പ്രേരിതനായി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് സഭയിലായിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ചെറിയവരും വലിയവരും, ദൈവസഭയിലായിരിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കി ജീവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വചനം എഫേസ്യർ 6:11. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ കൂടെ വായിക്കാം. അത് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. നോക്കണമേ, ഒരു കുടുംബത്തെ തകർക്കുവാൻ, ഒരു ആമേൻ ആത്മീയനെ തകർക്കുവാൻ പിശാച് ഏത് തന്ത്രവും പ്രയോഗിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അതെ, ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അതെ ദലീലയെ ആമേൻ വശീകരിച്ച് അവളുമായി ചങ്ങാത്തമുണ്ടാക്കി ആമേൻ അവളുമായി ഒരു ഉടമ്പടി ചെയ്ത് തന്റെ ആമേൻ ജീവിത പങ്കാളിയെ ആമേൻ അവനിലുള്ള ശക്തിയെ ചോർത്തിക്കളയുവാൻ, അവനിലുള്ള നന്മയെ അപഹരിക്കുവാൻ, അവനിലുള്ള സന്തോഷത്തെ കെടുത്തിക്കളയുവാൻ പിശാച് കയറി വന്ന റൂട്ട്. ഹല്ലേലൂയ. ന്യായാധിപന്മാർ 14-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ 7-ാം ദിവസത്തിലോ അവർ ശിംശോന്റെ ഭാര്യയോട് ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവിനെ എന്ത് ചെയ്യുക? വശീകരിക്കുക. നോക്കുക, കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ഭവനത്തിലെ സന്തോഷത്തെ കെടുത്തിക്കളയുക. ഭർത്താവ് അറിയാതെ ഭാര്യയെ അതെ സമീപിച്ച് അതെ ഭാര്യയോട് പറയുകയാണ്, അമ്മ നിന്റെ ഭർത്താവിനെ വശീകരിച്ച് എങ്ങനെ അമ്മ നിന്റെ ഭർത്താവിനെ അതെ കൂട്ടാം, എങ്ങനെ നിന്റെ ഭർത്താവിനെ അതെ വകവരുത്താം എന്ന് ഞങ്ങളോട് പറഞ്ഞു തരിക. ഹല്ലേലൂയ. എന്നിട്ട് ഒരു ഭീഷണിയും കൂടെ, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ പിതൃഭവനത്തെയും തീ വെച്ച് ചുട്ടുകളയും. ഹല്ലേലൂയ. ഞങ്ങളുടെ വസ്തു കരസ്ഥമാക്കേണ്ടതിനോ നിങ്ങൾ ഞങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഭീഷണിപ്പെടുത്തി അവനൊരു കുടുംബത്തെ തകർക്കുവാൻ നുഴഞ്ഞു കയറി വരുന്ന പിശാചിന്റെ തന്ത്രം ഇന്ന് രാത്രിയിലോ ആമേൻ നിന്റെ കുടുംബ ജീവിതം തകർത്ത് കളയുവാൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ അതെ ജീവിതം തകർത്ത് കളയുവാൻ അതെ തന്ത്രം പ്രയോഗിച്ചു കൊണ്ടുവരുന്ന പിശാചിന്റെ പ്രവർത്തികളെ അറിയാതെ പോകരുത്. അവയോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കേണ്ടിയിരിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ അതെ പിശാചുമായി അല്ലെങ്കിൽ അതെ ആ ജീവിത പങ്കാളിയെ തകർക്കുവാൻ അതെ തന്ത്രം മെനഞ്ഞുണ്ടാക്കി കയറി വന്നവരുമായി സഖ്യതയുണ്ടാക്കി. ആമേൻ. അതെ വായിക്കുന്നത് ഇങ്ങനെയാ, ദലീല പുതിയ കയർ വാങ്ങി അവനെ ബന്ധിച്ചിട്ട്. നോക്കിക്കേ, സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ അതെ സന്തോഷിച്ച് ജീവിക്കേണ്ട കുടുംബത്തിലെ അതെ സന്തോഷത്തെ കെടുത്തിക്കളയുവാൻ ശത്രുമായി സഖ്യത ചേർന്ന് ഇതാ സ്വന്തം ഭർത്താവിനെ ഹല്ലേലൂയ അതെ ഭാര്യ കയറ് വാങ്ങി അവനെ ബന്ധിച്ചിട്ട്. നോക്കുക, പുതിയ പുതിയ ട്രിക്സുമായി, പുതിയ കയറുമായി, ആമേൻ പുതിയ തന്ത്രങ്ങളുമായി ആമേൻ സ്വന്തം കുടുംബജീവിതം തകർന്നു പോകത്തക്ക വിധത്തിൽ പിശാച് പ്രവർത്തിക്കുമ്പോഴും ആമേൻ അതിനെതിരെ അതെ ശക്തമായി നിൽക്കേണ്ട കുടുംബജീവിതങ്ങൾ പരാജയപ്പെട്ടു പോകുവാൻ കാരണം അതെ പിശാചുമായി അവന്റെ തന്ത്രങ്ങളുമായി അത് സഖ്യത ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ആമേൻ. ദൈവ പൈതലേ, നിന്റെ കുടുംബജീവിതത്തിലെ സന്തോഷത്തെ, നിന്റെ നന്മയെ, നിന്റെ ആരോഗ്യത്തെ അത് തകർത്ത് കളയുവാൻ പിശാച് കയറി വരുന്ന പഴുകൾ തിരിച്ചറിഞ്ഞ് അതെ അവയോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എന്ത് ചെയ്യണം? ധരിക്കണം. ഹല്ലേലൂയ. എന്നാൽ ആമേൻ അതെ അവൾ അങ്ങനെ പുതിയ കയറ് വാങ്ങി അവനെ ബന്ധിച്ചിട്ട് ശിംശോന് ഫെലിസ്ത്യർ ഇതാ വരുന്നു,
എന്ന് അവനോട് പറഞ്ഞു. പതിയിരിപ്പുകാർ ഉൾമുറിയിൽ ഉണ്ടായിരുന്നു. അവനോ ഒരു നൂൽ പോലെ ആമേൻ തന്റെ കൈമേൽ നിന്ന് അത് പൊട്ടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ശത്രുവിനും അവന്റെ തന്ത്രങ്ങൾക്കും അവന്റെ മന്ത്രങ്ങൾക്കും അവന്റെ ചരടുകൾക്കും നിന്നെ പൂട്ടുവാൻ കഴിയാത്ത വിധത്തിൽ ഉയരത്തിലെ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. നിന്റെ ദേശക്കാർക്കോ നിന്റെ അയൽവക്കംകാർക്കോ നിന്റെ കൂടപ്പറപ്പിനോ അല്ല നിനക്കെതിരെ ആമേൻ നിന്റെ ഭാര്യയ്ക്കോ നിന്റെ ഭർത്താവിനോ ആമേൻ നിന്റെ സ്വന്തക്കാർക്കോ ആർക്കും നിന്നെ പൂട്ടുവാൻ കഴിയാത്ത വിധത്തിൽ ആമേൻ ഉയരത്തിൽ നിന്ന് നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം ആമേൻ ഉതകുന്നതാകയാൽ ഇന്ന് രാത്രി അഭിഷേകമുള്ളവർ ദൈവകൃപയുള്ളവർ ആത്മാവിൽ ആമേൻ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാണെങ്കിൽ അതേ പൗലോസിന്റെയും ശീലാസിന്റെയും ആമേൻ കൈകളെ ബന്ധിച്ച ആമത്തിലിട്ട് പൂട്ടിയ ബന്ധനങ്ങൾ അറ്റുപോയതുപോലെ ഇന്ന് രാത്രി ആമേൻ ആര് നിന്നെ തകർക്കുക, ആര് നിന്റെ ബിസിനസിനെ തകർക്കുക, ആമേൻ നിന്റെ സന്തോഷത്തെ കെടുത്തുക, ആമേൻ നിന്റെ ഉദരത്തിന് പുറത്തു വന്ന തലമുറയെ കൂട്ടുക, ആമേൻ ആര് പുതിയ തന്ത്രം പ്രയോഗിച്ചാലും ആര് ഏത് മന്ത്രം ഓടിയാലും ആമേൻ ഏത് കെട്ട് തന്നെ ആയിരുന്നാലും അതിനെ പൊട്ടിച്ച് ആമേൻ ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് നിന്നെ കൈപിടിച്ച് നടത്തുവാൻ ശക്തനായ ഒരുവൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അത് തിരിച്ചറിയുന്നവർ കാര്യങ്ങൾ അടിച്ച് നോക്കണമേ. ആമേൻ ശിംശോന്റെ മേലുള്ള ശക്തി ആമേൻ വലുത. ആമേൻ ആ ശക്തിയെ ഇല്ലാതാക്കുവാൻ ആമേൻ തന്ത്രം മെനഞ്ഞ് സഖ്യതയുണ്ടാക്കി കൂട്ടുകെട്ടുണ്ടാക്കി ആമേൻ പുതിയ പുതിയ തന്ത്രങ്ങളിലൂടെ അവനെ ഒതുക്കാൻ നോക്കുമ്പോ അതിനെ ആമേൻ അവനെ തകർക്കുവാൻ ഉതകുന്ന ഒരു ശക്തി അവൻ പ്രാപിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉയരത്തിലെ ശക്തി പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ന്യായാധിപന്മാർ 16-14 വായിക്കുമ്പോൾ അവൻ അങ്ങനെ ചെയ്തു. കുറ്റി അടിച്ചുറപ്പിച്ചു വെച്ച് അവനോട് ശിംശോനെ ഫെലിസ്ത്യർ ഇതാ വരുന്നു. ആമേൻ. നോക്കണമേ, പുതിയ കുറ്റി അടിച്ച് ആമേൻ പുതിയ കയറ് വാങ്ങി ആമേൻ കുറ്റി അടിച്ചുറപ്പിച്ചു. ഇനി ഇവൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, പുറത്തു പോകരുത്. കാരണം അവൾക്ക് ഓഫറുമായിട്ടാ വന്നിരിക്കുന്നത്. ആമേൻ അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് ആമേൻ അതേ ഓഫർ കൊടുക്കാമെന്ന് പറഞ്ഞ് വന്ന് സ്വന്തം ഭർത്താവിനെ കുറ്റിയടിച്ച് ആമേൻ അവന്റെ ശക്തിയെ ആമേൻ ഇല്ലാതാക്കാൻ നോക്കുന്ന ആമേൻ അതേ പിശാചിന്റെ തന്ത്രത്തിൽ കുടുങ്ങിപ്പോയ കുടുംബം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ആർക്കും കുടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആർക്കും ഒതുക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ പുറത്തെടുക്കുവാൻ അധികാരമുള്ള ഒരുവൻ ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാട്ട്. അവൻ അങ്ങനെ ചെയ്തു. കുറ്റി അടിച്ചുറപ്പിച്ചു വെച്ചു. അവനോട് ശിംശോനെ ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. അവൻ ഉറക്കമുണർന്നു. നെയ്ത്തു തടിയുടെ കുറ്റിയും പാവും പറിച്ചെടുത്ത് കളഞ്ഞു. നോക്കണമേ, ആർക്കും ബന്ധിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആർക്കും ഒതുക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ദൈവാത്മാവിന്റെ അഭിഷേകം ഇല്ലാത്തവർ അത് പ്രാപിക്കുവാൻ ഒരുങ്ങിക്കൊള്ളണം. കാരണം ഈ കാലഘട്ടങ്ങളിൽ ദൈവജനത്തിനെതിരെ അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ അതിശക്തിയോടെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മധ്യേ നിൽക്കണമെങ്കിൽ ഉയരത്തിലെ കൃപ ഞാൻ നിങ്ങൾ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ദൈവസഭയ്ക്ക് അനുഗ്രഹീതമായ ലേഖനം എഴുതിയ അപ്പോസ്തലൻ അവരെ പ്രബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു ആമേൻ പണിയപ്പെടുന്ന ദൈവസഭയുടെ അംഗമായിരിക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം അവരാരാധിക്കുന്ന ക്രിസ്തു ആമേൻ അവരുടെ ആമേൻ നേതാവ് ആമേൻ അതേ ജയാളിയാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർവം വെപ്പിച്ച് ആമേൻ ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. നോക്കണമേ, വലിഞ്ഞു മുറുക്കി കെട്ടി ആമേൻ ക്രൂശിൽ തറച്ച് കല്ലറയ്ക്കകത്ത് കൊണ്ടിട്ട് ആമേൻ റോമൻ ഇമ്പീരിയൽ മുദ്രയും വെച്ച് ആമേൻ കൂട്ടുകാഴ്ചയാക്കി തകർക്കാൻ നോക്കിയവരെ ലജ്ജിപ്പിച്ചുകൊണ്ട് ആമേൻ പിതാവായ ദൈവം തന്റെ പുത്രനെ പുറത്തെടുത്തു. ആമേൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇന്ന് രാത്രി ആമേൻ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ച ജയാളിയാണെന്ന് പറഞ്ഞ കർത്താവിനെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ മാളിക മുറിക്കകത്തിരുന്ന് പ്രാപിച്ച ഉയരത്തിൽ അഭിഷേകമുള്ള ഒരു അഭിഷേകനെ ആമേൻ
തകർക്കുവാൻ ഒരു കയറിനോ ഒരു ചരടിനോ ഒരു മന്ത്രത്തിനോ ഒരു തന്ത്രത്തിനോ കഴിയത്തില്ല. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തെ തകർക്കുവാൻ, അവൻ കുടുംബ ജീവിതത്തെ പരാജയപ്പെടുത്തുവാൻ, അവരിലുള്ള സന്തോഷത്തെ കെടുത്തിക്കളയുവാൻ നുഴഞ്ഞു വന്ന അതേ ശക്തികൾ ഇന്നും അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ മുപ്പരി ചരട് വേഗത്തിൽ അറ്റുപോകയില്ല എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ക്രിസ്തുവുള്ള കുടുംബം ദൈവത്തെ ആരാധിക്കുന്ന ഭവനം തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോട് കൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടെ അവൻ കൊള്ള പങ്കിടും, അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്കു വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യുക തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് സഹിച്ച വ്യതകളെ കുറിച്ച് യെശയ്യാപ്രവചനം 53-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. അവൻ വീണും എഴുന്നേറ്റു ഗൊൽഗോത്ത മലമുകളിലേക്ക് കയറിപ്പോയി. ചാട്ടവാറുകൾ കൊണ്ട് അവന്റെ പുറം മുഴവു ചാലുപോലെ തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. അവന്റെ അടിപ്പുണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കണ്ടാൽ ആളല്ലാത്ത വിധത്തിൽ ഹല്ലേലൂയ അവൻ അടിച്ചു തകർക്കപ്പെട്ടു. എന്തിനാണെന്നറിയാമോ? പിശാച് തകർത്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ, പിശാചിന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തി കുടുംബങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി ഒഴിവാക്കുവാൻ, ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ആരുടെ മേൽ? വാഴ്ചകളുടെ മേൽ, അധികാരങ്ങളുടെ മേൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ദേശത്തെ അടക്കി വാഴുന്ന അന്ധകാര ശക്തി നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്റെ മേൽ വാഴുവാൻ ഇടയാകാതെ കണ്ട് നീ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ദൈവവൈതലാണെങ്കിൽ നിനക്ക് ജയകരമായ ജീവിതം നയിപ്പാൻ കഴിയും. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് മാനുഷികമായി നമുക്ക് ആരോടും എന്തില്ല, വിദ്വേഷ മനോഭാവമില്ല, ആരോടും നമുക്ക് പക വെച്ച് പുലർത്തേണ്ട കാര്യമില്ല, ആരെയും നമ്മൾ ശത്രുവിനെ പോലെ കാണേണ്ട കാര്യമില്ല. അവരുടെ പുറകിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. എഫെസ്യ ലേഖനം 1:13 വായിക്കുമ്പോൾ, അവനിൽ നിങ്ങൾക്ക്, ആരിൽ? കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്, ഇന്ന് രാത്രി നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേട്ടിട്ട് അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെടത്തില്ല. അവൻ ജയാളിയാണ്. അവനോടൊപ്പം മുന്നേറത്തക്ക വിധത്തിൽ നിങ്ങളെ ശക്തീകരിക്കുന്ന ഉയരത്തിലെ അഭിഷേകം അവനിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പിതാവായ ദൈവം പകരുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 1:14 വായിക്കുമ്പോൾ, തന്റെ സ്വജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് സത്യവചനം വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന്മേൽ പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്തിരിക്കുന്നു? മുദ്രയിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു വാഴ്ചകൾക്ക്, ഒരു അധികാരങ്ങൾക്ക്, ഒരു ദുഷ്ടാത്മ സേനകൾക്ക് നമ്മെ തൊടുവാൻ, നമ്മെ തകർക്കുവാൻ കഴിയത്തില്ല.
തിരിച്ചറിയത്തില്ല. തിരിച്ചറിയുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിനെ മത്തായി സുവിശേഷം 12:29 വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് ദേശത്തെ അടക്കി വാഴുന്ന അന്ധകാര ശക്തിയെ അതിജീവിക്കുവാൻ ഉതകുന്ന ഉയരത്തിലെ ശക്തി ഞാനും നിങ്ങളും പ്രാപിച്ച് ആ ശക്തിയിൽ അനുദിനം നാം ബലപ്പെട്ട് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. ലൂക്കോസ് 10:18 വായിക്കുന്നത് ഇങ്ങനെയാ, അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അത് ദേശത്തെ അടക്കി വാഴുന്ന അന്ധകാര ശക്തിയെ പിടിച്ചു കെട്ടി ആമേൻ ശുശ്രൂഷിക്കുവാൻ ആക്കി വെച്ച അഭിഷക്തന്മാർ കടന്നുപോയെടുത്ത് അവർ ശാസിച്ചപ്പോൾ, അവർ കൽപ്പിച്ചപ്പോൾ, അവർ വചനം പ്രസംഗിച്ചപ്പോൾ അതേ സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ എന്ത് ചെയ്തു? കണ്ടു. ലൂക്കോസ് 10:19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. നോക്കണമേ, ശിംശോനെ കെട്ടി ബന്ധിച്ച് ഒതുക്കാൻ നോക്കിയ സമയത്ത് അവന്റെ മേലുള്ള ആത്മശക്തിയാ ആ കെട്ടുകളെ പൊട്ടിച്ച് മുൻപോട്ട് പോകുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് പകല്, ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെയും ആമേൻ നിന്റെ ആത്മീയ ജീവിതത്തെയും ആമേൻ നിന്റെ ഭൗതിക നന്മയെയും തകർക്കുവാൻ ശത്രു വെല്ലുവിളിച്ച് കടന്നു വരുമ്പോ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മ സേനകളോടുമാ. അവയോട് എതിർത്ത് നിൽക്കുക. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അങ്ങനെ ഇന്ന് രാത്രി അവൻ ശത്രു ഏത് വഴി കയറി വന്നിരിക്കുന്നുവെന്ന് നീ മനസ്സിലാക്കുന്നുവെങ്കിൽ ആ ശത്രുവിന്റെ ശക്തിയെ അതിജീവിക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകമുള്ളവർ യേശുവിന്റെ നാമത്തിൽ അതെ കൽപ്പിക്കുവാൻ ഇടയാകട്ടെ. ലൂക്കോസ് 11:20 വായിക്കുമ്പോ, എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. സ്പഷ്ട. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ആയിരുന്നപ്പോൾ അവൻ ഭൂതങ്ങളെ പുറത്താക്കി, സകലവിധ ദീനക്കാരെയും പൊറുപ്പിച്ചു, അതേ മുടന്തരെ നടത്തുമാറാക്കി, കുരുടനെ കാഴ്ച കൊടുത്തു, അവൻ ചെകിടന് കേൾവി കൊടുത്തു, ഊമനെ സംസാരിക്കുമാറാക്കി, വിശന്ന് വന്നവർ അവൻ ആഹാരം കൊടുത്തു, അതേ കൂനിയെ നിവർത്തി. 12 സംവത്സരം രോഗം ബാധിച്ച് രക്തം അതേ ഒഴുകിക്കൊണ്ടിരുന്ന ആ സ്ത്രീ അവൻ വിശ്വാസത്താൽ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവൻ സൗഖ്യമായി. ഇന്ന് രാത്രിയിൽ ആമേൻ ശത്രുവിന്റെ അതേ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനോട് എതിർത്ത് നിൽക്കുവാൻ ഉതകേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചെടുത്തോളം അതേ ദൈവരാജ്യം അതേ വന്നിരിക്കുന്നു. സ്പഷ്ട. ഇന്ന് രാത്രി ആ ദൈവരാജ്യത്തിന്റെ അനുഭവം തിരിച്ചറിയുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർ അടയാളങ്ങൾ അത്ഭുതങ്ങളെ വെളിപ്പെടുത്തുകയും പാപങ്ങളെയും ജനങ്ങളെയും ശത്രുവിന്റെ സാധനങ്ങളെയും ചവിട്ടുവാൻ ജ്ഞാനങ്ങൾ അധികാരം തരുന്നുവെന്ന് ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല എന്ന് അന്ന് ചെയ്ത നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആ ശിംശോൻ തന്നെ ബന്ധിച്ച ആ കയറുകൾ അതേ പൊട്ടിച്ചു കളഞ്ഞതുപോലെ, അതേ പൗലോസിന്റെ കയ്യിൽ ചുറ്റി അണലിയെ അവൻ കുടഞ്ഞു കളഞ്ഞതുപോലെ ഇന്ന് രാത്രി അവൻ നിന്നെ ബന്ധിച്ചിരിക്കുന്ന, അവൻ നിന്റെ തലമുറയെ കെട്ടിയിരിക്കുന്ന, നിന്റെ ആരോഗ്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന, നിന്റെ ശരീരത്തെ രോഗിയാക്കിയിരിക്കുന്ന സകല മന്ത്രവാദ ആഭിചാര ശുദ്ര പ്രയോഗങ്ങളെ സ്വർഗത്തിൽ ഭൂമിക്ക് അധികാരം പ്രാപിച്ച നസ്രനായ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തെ അവൻ കുടഞ്ഞു കളയുവാൻ, അതെ ശാസിച്ച് ജയമെടുക്കുവാനുണ്ടെന്ന ഉയരത്തിൽ അഭിഷേകം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തിയുള്ളവർ അത് പ്രാപിച്ചവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാക്കുക. ലൂക്കോസ് 11:22 വായിക്കുമ്പോൾ, അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചു, എങ്കിലോ അവൻ ആശ്രയിച്ച
ഉപയോഗിച്ചിരുന്ന സർവായുധം പിടിച്ചു പറിച്ച് അവന്റെ കൊള്ള അതേ പകുതി ചെയ്യുന്നു. ഹല്ലേലൂയ. അതേ 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടെ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഹല്ലേലൂയ. നോക്കണമേ, ക്രൂശിൽ ജയാളിയായിരിക്കുന്ന ക്രിസ്തു, ഹല്ലേലൂയ, ആമേൻ, നമുക്ക് വേണ്ടി തന്റെ മരണത്താൽ ആമേൻ അതെ നീക്കി മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആമേൻ നമുക്ക് ലഭിക്കുന്ന വിടുതൽ, ഹല്ലേലൂയ, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ആമേൻ രോഗത്തിൽ നിന്ന്, ആമേൻ സകലവിധമാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വിടുതലുണ്ട്, നമുക്ക് ജയമുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. 1 യോഹന്നാൻ 4:4 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ഹല്ലേലൂയ, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയിലായിരിക്കുന്ന, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന ഒരു ദൈവവൈതൽ തിരിച്ചറിയണം, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. ആരെ? നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ആരാണവർ? യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. മനസ്സിലാകുന്നു? ദൈവത്തിൽ നിന്നുള്ളവർ ആരാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവുമായി അതേ ബന്ധമുള്ള ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. എന്നാൽ യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. ഇന്ന് രാത്രി എത്ര പേർ തിരിച്ചറിയുന്നു? അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. ആര്? എതിർ ക്രിസ്തു. ആമേൻ. എതിർ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാണെന്ന് ആര്? യേശുവിനെ സ്വീകരിക്കാത്തവർ. ഹല്ലേലൂയ. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. നോക്കണേ, ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവുണ്ടായിരുന്നെന്ന്. യഹോവയുടെ ആത്മാവുള്ളവൻ, അതെ, പ്രാർത്ഥനാ മനുഷ്യൻ, അവൻ ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളിലേക്ക് പോയതുകൊണ്ട്, ദൈവാത്മാവില്ലാത്ത വ്യക്തികളുമായി സഖ്യത ഉണ്ടാക്കിയത് കൊണ്ട് കുടുംബജീവിതം തകരുവാൻ തക്കവണ്ണം ഇടയാകുന്നു. കുടുംബത്തിനകത്ത് അലോക്യമുണ്ടാകുന്നു. നമുക്കറിയാം, ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച ഒന്നാമത്തെ കുടുംബമായ ആദാമിന്റെ ഹവ്വയുടെ കുടുംബത്തിൽ ദൈവം വെച്ചിരിക്കുന്ന അതിര് ലംഘിച്ച് പിശാചുമായി സഖ്യതയുണ്ടാക്കി അതേ പ്രലോഭനത്തിൽ വഴങ്ങി വീണുപോയ ആ കുടുംബത്തിലുണ്ടായ തലമുറ കൊലപാതകന്മാരായി. അതെ, ലോകത്തിൽ ഒന്നാമത്തെ കൊലപാതക കുറ്റം ചെയ്തത് അതേ ആദ്യ കുടുംബമായ ആദാമിന്റെ ഹവ്വയുടെയും അതേ ജീവിതത്തിലുണ്ടായ അതേ തലമുറയാണ്. നോക്കണമേ, ദൈവം സൃഷ്ടിച്ച ഒന്നാമത്തെ ഭൂമിയിലെ കുടുംബമായ ആദാമിന്റെ ഹവ്വയുടെയും കുടുംബത്തിലുണ്ടായ തലമുറ ആദ്യത്തെ കൊലപാതകനായി. അതേ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് ശിംശോന്റെ കാലത്ത് അവന്റെ കുടുംബജീവിതത്തിൽ അവന്റെ ഭാര്യയെ കയ്യിലെടുത്ത് അവൻ തന്റെ ഭർത്താവിന്റെ ജീവിതത്തിലുള്ള ആത്മശക്തിയുടെ രഹസ്യം കണ്ടുപിടിച്ച് അവനെ അനാത്മീയനാക്കി. അവൻ പിശാച് അവനെ തളയ്ക്കാനായി തന്ത്രം പ്രയോഗിച്ചു വന്നപ്പോ ആ പിശാചുമായി സഖ്യതയുണ്ടാക്കി തന്റെ ഭർത്താവിനെ പുതിയ കയറുമേടിച്ച് കുറ്റിയടിച്ച് തളയ്ക്കാൻ നോക്കിയ അവൻ കുടുംബത്തിനകത്ത് ആത്മസാന്നിധ്യത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് അവൻ ആ ബന്ധനത്തെ പൊട്ടിക്കുവാൻ ഉയരത്തിലെ അഭിഷേകം, ഉയരത്തിലെ ശക്തി ശിംശോനെ ബലപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി ഉയരത്തിൽ നിന്ന് പ്രാപിച്ച അഭിഷേകമുള്ള ദൈവത്തിന്റെ പൈതലെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ട
ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറകളെ, ആമേൻ നിന്റെ വിദ്യാഭ്യാസത്തെ, നിന്റെ മുന്നേറ്റത്തെ, നിന്റെ ഉയർച്ചയെ, നിന്റെ ഭാവിയെ, ആമേൻ നിന്റെ അതേ ശുശ്രൂഷയെ അതേ തകർത്ത് കളയുക. നുഴഞ്ഞേറി തന്ത്രം പ്രയോഗിക്കുന്ന ദുഷ്ടന്റെ വ്യാപാരങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന്മേൽ ജയമെടുത്ത് മുന്നേറുവാൻ ഉതകുന്നവർ ഇന്ന് രാത്രി അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുകയാണ്. ഇന്ന് രാത്രി അതേ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ പോകുകയാ. അതെ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ദുഷ്ടാത്മ സേനകളോടും. ആമേൻ ഇന്ന് രാത്രി അതേ, എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവ രാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. പാപങ്ങളെയും കേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക അധികാരം നൽകിയവർ അതേ കടന്നുപോയി ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുക. തെരഞ്ഞെടുത്ത അഭിഷക്തന്മാരെ ബന്ധിച്ച ആ ദണ്ഡനം ആമേൻ അവരിൽ നിന്ന് മാറിപ്പോകുക. ഉയരത്തിൽ അഭിഷേക നിമിത്തമായെങ്കിൽ ഇന്ന് രാത്രി അഭിഷേകം പ്രാപിച്ചവർ കരങ്ങളടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുക. ആമേൻ സകലവിധ രോഗത്തെ സൗഖ്യമാക്കിയ യേശു ഇന്ന് രാത്രി ആമേൻ ക്രൂശിൽ ജയാളിയായവർ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ ആർക്കും ആമേൻ നിന്നെ ബന്ധിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ആർക്കും നിന്നെ തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആമേൻ ക്രൂശിൽ ജയാളിയായ ക്രിസ്തു ആമേൻ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായ ഞാനും നിങ്ങളും ആത്മാവിന്റെ പ്രൊട്ടക്ഷൻ അനുഭവിപ്പാൻ ഇടയായി തീരേണ്ടതിനാൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആ വാഗ്ദത്ത വചനപ്രകാരം ആത്മാവിനെ പ്രാപിച്ച് ആമേൻ ദൈവരാജ്യം അതേ പ്രസംഗിക്കുവാൻ ദൈവം മാറ്റി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ ആമേൻ തളച്ചു കളയുക. ആമേൻ ബലിയിലെ കയ്യിലെടുത്ത പിശാച് അനേക ആമേൻ കുടുംബങ്ങളെ, ജീവിത പങ്കാളികളെ, തലമുറകളെ വശീകരിച്ച് അവന്റെ പദ്ധതി ആവിഷ്കരിക്കുവാൻ നോക്കുമ്പോൾ ബലവാനെ പിടിച്ചു കെട്ടുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകം പ്രാപിച്ച് ശക്തിയോടെ മുൻപോട്ട് പോകുക. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളയുക എങ്ങനെ കഴിയും? ഇന്ന് രാത്രി ഹല്ലേലൂയ. ആ ദൈവാത്മാവിന്റെ സാന്നിധ്യം, ദൈവാത്മാവിന്റെ ശക്തി അവനെ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് ഹല്ലേലൂയ വിശ്വസിക്കുന്നവരുടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ആമേൻ അവനോട് ചോദിച്ചാൽ എത്ര അധികം പിതാവ് നൽകി തരും. ആകയാൽ ഈ ശക്തി പ്രാപിച്ചുകൊണ്ട് അതേ ദേശത്ത് അതേ ശക്തിയോടെ മുമ്പോട്ട് പോകുക, ദൈവരാജ്യം പ്രസംഗിക്കുക, അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുക, അനേകരെ നിത്യതയ്ക്ക് വേണ്ടി ഉരുവാക്കുക, അഭിഷേകത്തിന്റെ ശുശ്രൂഷയുമായി മുമ്പോട്ട് പോകുക. ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാത്ത അവൻ നിന്റെ തലമുറയെ കെട്ടിയിരിക്കുന്ന അവൻ പുതിയ 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 തന്ത്രങ്ങളും മന്ത്രങ്ങളും അതേ പുതിയ പുതിയ അതേ അതേ അനുഭവങ്ങൾ അവൻ നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ മെനഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ നടുവിൽ അതേ അതിനെ പൊട്ടിച്ചു കളയത്തക്ക വിധത്തിൽ ഉയരത്തിൽ അഭിഷേകം പ്രാപിച്ച് ഉയരത്തിലെ ശക്തി പ്രാപിച്ച് അവൻ ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും ഇന്ന് രാത്രി ആ ദൈവകൃപയ്ക്കായി ദൈവിക അഭിഷേകത്തിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സഹോദര സഹോദരി, ആമേൻ നിന്റെ ആ ജോലി മേഖലയിൽ ആമേൻ നിന്നെ തകർക്കുവാൻ, ആമേൻ നിന്റെ ഭവനത്തിന്റെ പണി നടക്കാതിരിക്കുവാൻ, ആമേൻ നിന്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാതിരിക്കുവാൻ, നിന്റെ മകളുടെ വിവാഹം നടക്കാതിരിക്കുവാൻ, ആമേൻ അങ്ങനെ അതേ പല വിധത്തിൽ അതേ ശത്രു ആമേൻ ആരാധിക്കുന്ന നിന്റെ രഹസ്യത്തെ ചോർത്തിയെടുത്ത് ആമേൻ നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ അതേ തന്ത്രം പ്രയോഗിക്കുമ്പോ ആമേൻ അവനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ആത്മശക്തിയിൽ മുന്നോട്ട് പോകുക. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഉയരത്തിലെ കൃപയ്ക്കായി ഉയരത്തിലെ ശക്തിക്കായി ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ രണ്ട് പേരായി കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പോൾ അധികാരത്തോടെ അയച്ചതുപോലെ ഇന്ന് രാത്രി അവിടുത്തെ അധികാരം പ്രാപിച്ച് ആത്മശക്തിയോടെ മുൻപോട്ട് പോകുക. എല്ലാ കുടുംബങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരുടെ മേലും അവിടുത്തെ അഭിഷേകം പകരണമേ കർത്താവേ. ഒരു ശക്തിക്കും ബന്ധിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഉയരത്തിലെ ശക്തി ശിംശോനെ ശക്തീകരിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ ആമേൻ ദൈവശക്തി പ്രാപിച്ച് മുന്നേറുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ. ഏദനില് ആദാമിന്റെ ഹവ്വയുടെ കുടുംബത്തെ തകർക്കുവാൻ നുഴഞ്ഞു കയറിയ പിശാച് അതേ ശിംശോന്റെയും അതേ ദലീലയുടെയും ജീവിതത്തിൽ കടന്നു വന്ന് ആമേൻ തകർക്കുവാൻ നോക്കി. അവന്റെ മേലുള്ള ശക്തി ഇല്ലാതെ ആക്കുവാൻ നോക്കി. ആമേൻ ഇന്ന് രാത്രിയിലും ആരാധിക്കുന്ന ദൈവവൈതലിനെ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനെ ആമേൻ അവന്റെ ശക്തിയെ ഇല്ലാതാക്കുവാൻ തന്ത്രവുമായി കടന്നു വരുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ പിടിച്ചുകെട്ടി മുന്നേറുവാൻ ഉതകുന്ന ഉയരത്തിലെ അഭിഷേകം ആമേൻ ജനത്തിന്റെ പകരുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇന്ന് രാത്രി അധികാരത്തോടെ മുന്നേറുവാൻ കർത്താവ് കൃപ നൽകിയാട്ട് കുടുംബങ്ങൾ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ആമേൻ തലമുറകൾ ഇല്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ആമേൻ ഭവനങ്ങൾ ഇല്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ഇന്ന് രാത്രിയിൽ അതേ അനുകൂലമായി വെളിപ്പെടുന്നതിനായി സ്തോത്രം. അതിനെ കേട്ട എല്ലാവരും ഇവിടുന്ന് അനുഗ്രഹിച്ചാണ്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. അതേ സഹോദര, ഇതെന്റെ അനുഭവമാണ്. ഒന്ന് മാറി ആമേൻ. ആമേൻ ബിസിനസ്സിനെ, എൻ്റെ കുടുംബ ജീവിതത്തെ, എൻ്റെ തലമുറയെ, എൻ്റെ ആത്മീയ ജീവിതത്തെ, എൻ്റെ മുന്നേറ്റത്തെ ആമേൻ തകർക്കുവാനായി പലപ്പോഴായി പല തന്ത്രങ്ങൾ, മന്ത്രങ്ങൾ, ആമേൻ അതെ പലവിധത്തിലുള്ള ആമേൻ പോരാട്ടങ്ങൾ ആമേൻ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെതിരെ അതെ പ്രാർത്ഥിച്ച് മുന്നേറുവാൻ എത്ര ശ്രമിച്ചിട്ടും കഴിയാതെ ഞാൻ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാ. അത് എന്നോട് തന്നെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടതെന്ന് ആമേൻ തോന്നുന്നുവെങ്കിൽ അതേ സഹോദരൻ നിന്നോട് തന്നെയാണ്. ആമേൻ. ഇന്ന് രാത്രി ആർക്കും നിന്നെ ബന്ധിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഒരഭിഷേകം നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ ഈ ദൂത് നീ കേൾക്കുവാൻ ഇടയായി തീർന്നു. നീ നിരാശപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട. ആമേൻ. നീ ഇന്ന് ഒഴുക്കുന്ന കണ്ണുനീരിന് മറുപടി സ്വർഗം പകർന്നുകൊണ്ടിരിക്കുകയാ, അയച്ചുകൊണ്ടിരിക്കുകയാ. നീ ജോലിക്ക് വേണ്ടി എത്ര ശ്രമിച്ചു, ഹല്ലേലൂയ. നിന്റെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി നീ എത്ര ശ്രമിച്ചു, ഹല്ലേലൂയ. ആ കേസ് ആമേൻ അതെ നീങ്ങാൻ വേണ്ടി, അല്ല ആ ഫയല് ആ ഒപ്പിട്ട് കിട്ടാൻ വേണ്ടി, അല്ല ആ വസ്തു ഒന്ന് അളന്ന് അതിന്റെ ആ അതിര് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി. ആമേൻ. അതെ നീ ഒരു ആത്മീയനായതുകൊണ്ട്, ആമേൻ നീ ഒരു പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട്, ആമേൻ നീ ദൈവവുമായി അതേ നല്ല ബന്ധത്തിൽ നിലനിൽക്കുന്നവനായതുകൊണ്ട് നിനക്കെതിരെ ആ ദലീലിനെ കയ്യിലെടുത്ത് ആമേൻ ആ ഫെലിസ്ത്യൻ വന്ന് ആമേൻ പൂട്ടാൻ നോക്കിയതുപോലെ നിന്നെ പൂട്ടാൻ നോക്കുമ്പോൾ ഇന്ന് രാത്രി സ്വർഗം അത് കണ്ട് അത് ഇറങ്ങി വന്ന് നിന്നോട് സംസാരിച്ചിരിക്കുന്നു. നീ ഭാരപ്പെടേണ്ട. അത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ അതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. അതെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മ സേനകളോടും. ആമീൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമീൻ. പ്രാർത്ഥന ഷെയർ ചെയ്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ 9744703489 എന്ന നമ്പറിൽ ആമീൻ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 9744703489. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിരാശപ്പെടേണ്ടെന്നേ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആമീൻ. ശിംശോനെ ശക്തീകരിച്ച ദൈവം നമ്മയും ശക്തീകരിച്ച് നിർത്തിയിരിക്കുകയാണ്. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും പകരപ്പെട്ട ആത്മാവിന്റെ നിറവോടെ ആമീൻ ദൈവരാജ്യം നമുക്ക് പ്രസംഗിക്കാം, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യാം. ഗോഡ് ബ്ലെസ് യു.